ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വേണ്ടി നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും ദിവസം കാത്തിരുന്ന് ഇനിയും എത്ര ദിവസം നമ്മൾ കാത്തിരിക്കണം എന്ന വ്യാപലാതിയൊന്നും ഇപ്പോൾ നമുക്കില്ല. കാരണം ഡ്രാഗൺ ഫ്രൂട്ട് അത് വേര് പിടിപ്പിക്കാതെ നട്ടതാണ്. അപ്പോൾ അത് പൊടിച്ച് വരാനും അതുണ്ടാകാനൊക്കെ കാലതാമസങ്ങളുണ്ടാവും. അതങ്ങനെ ഒരു ചെടിയാണ്. പൊടിച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള വേവലാതി, നമ്മൾ പൈസ മുടങ്ങിക്കിടക്കുകയാണല്ലോ എന്നുള്ള വേവലാതി ഒന്നും നമുക്കില്ല. അത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഡ്രമ്മൊക്കെ നല്ല രീതിയിൽ പൈസ ഒക്കെ മുടക്കി ഡ്രമ്മൊക്കെ വാങ്ങി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രമ്മുകളും അതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ വാങ്ങി ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കാൻ പുറപ്പെട്ടുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. അത് വേര് പിടിപ്പിച്ച് പൊടിച്ച് വരുമ്പോഴാണ് പിന്നെ നമ്മളതിന് വളങ്ങളും മറ്റുമൊക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെയായാലും ഒരു 2 വർഷത്തോളമാവും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടാൻ. അതുവരെ നമ്മൾ ഡ്രം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പൊടിച്ച് വരാൻ തന്നെ 2-3 മാസം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇടവേളയായിട്ട് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചീര, കുമ്പളം, വെള്ളേരി, അങ്ങനെ ഓരോന്നായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്, വിവരിക്കുന്നത്. അപ്പോൾ ആ കാത്തിരിപ്പിന് വിരാമം എന്നോണമാണ് നമ്മൾ ഡ്രമ്മിൽ കുറച്ച് ചീര നട്ടത്. അപ്പോൾ ചീര ഇങ്ങനെ പറിച്ച് റെഡിയായി വരുമ്പോൾ നമുക്ക് വീണ്ടും ചീര വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പച്ചക്കറി വിത്തുകളായ ചരങ്ങ, കയ്പ, വെള്ളരി, കുമ്പളം എന്നിവയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചീരൻ്റെ ചെറിയ മറവിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചീര ഇപ്പോൾ 2 ദിവസം കൊണ്ട് വലുതാവും. അപ്പോഴേക്കും നമ്മൾ വെട്ടിയെടുക്കും. എന്നാൽ കുമ്പളവള്ളി നല്ല വെയിലാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. കുമ്പളം മാത്രമല്ല, വെള്ളരി ഉണ്ട്, പിന്നെ ചിരങ്ങയുണ്ട്, കയ്പയുണ്ട്. അപ്പോൾ ഈ 3 ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കാത്തിരിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രമ്മിന് കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ അതിൻ്റെ സ്റ്റാൻഡിന് പൈസ ചിലവാക്കി. അപ്പോൾ അങ്ങനെ കുറേ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായാലും അത് ഒരു 2 വർഷമൊക്കെ കാത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് വിളകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളരിയായിട്ടും ചീരയായിട്ടും കുമ്പളമായിട്ടും ഒക്കെ നമുക്കതിൽ നിന്ന് നമ്മുടെ വീട്ടാവശ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മളത് ഡ്രമ്മിന് പൈസ ചിലവാക്കി ഇങ്ങനെ എന്ന് ഡ്രാഗൺ ഫ്രൂട്ട് മുളക്കും, എങ്ങനെ പിന്നെ ഇതാവും എന്ന് കരുതിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ കാത്തിരിപ്പിന് വിരാമം എന്നോണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇടവിളയായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് സമാധാനം കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ചീര തന്നെയാണ്. ഇതാ ഇതിൻ്റെ ഓൾസിലും കൂടി നമ്മൾ ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടില്ല, ഇത് വേറെ ഐറ്റംസ് ചീരയാണ്, വെള്ളച്ചീര. അതിൻ്റെ വെള്ളം പോരുന്ന ദ്വാരത്തിൽ പോലും നമ്മൾ ചീരകൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൃഷി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റൊക്കെ ചെയ്ത് ഇരിക്കുമ്പോൾ അതിങ്ങനെ കാലങ്ങൾ വൈകിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനഃപൂർവ്വം ഒഴുകല്ല, അത് അതിനെ വേര് പിടിച്ച് റെഡിയായി വന്നെങ്കിലല്ലേ അപ്പോൾ അത് മുളച്ച് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, അതിന് ദോഷം പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊക്കെ കാണിക്കാനും പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനും. നമ്മളിപ്പോൾ ഒരു നല്ല വെയിലുള്ള സ്ഥലത്ത് വെറുതെ ഒരു ചട്ടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിൽ പുല്ലുകളൊക്കെ വെറുതെ മുളച്ച് വന്ന് ഒരു വളവും മറ്റൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. കാരണം അതിന് കിട്ടുന്ന വെയിലാണ് അതിൻ്റെ മുഖ്യ കാരണം. അപ്പോൾ ആ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വെള്ളവും ഒക്കെ കൊടുത്ത് ഉണ്ടാകുമ്പോൾ അതിനായിട്ടുള്ള കളകളുണ്ടാവും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അതിൽ കളകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഒരു കസാര ഇട്ട് ഇരുന്ന് ഇതുപോലെ നമുക്ക് കഴിയുന്ന പോലെ ഇങ്ങനെ പറിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ സാവധാനം പറിച്ച്
നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പിന്നെ നമ്മൾ നേരെ ചീഞ്ഞ് വളമാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് വളവും കിട്ടും, നമ്മുടെ പുല്ല് പോയി കിട്ടും ചെയ്യും. അപ്പോൾ അതിനിടയിൽ നമ്മളെ ചീര വളരും ചെയ്യും. നമ്മളതിനെ വെട്ടി നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, മറ്റുള്ളത് വേണമെങ്കിൽ വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ ഇടയിൽ സാവധാനം മുളച്ച് വരും ചെയ്യും. എന്താണ് മുളക്കാത്തത് എന്നുള്ള വ്യാപലാതി കൂട്ടി. അപ്പോൾ ഓരോ കൃഷിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നെങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവൊന്നും ചെറുതല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.